എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ഇന്ന് ആരംഭിക്കണം. ഈ 47ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് ഗോപസ്ത്രീകൾക്ക് തത്വോപദേശം ചെയ്ത് ഉദ്ധവൻ മധുരാപുരിയിലേക്ക് മടങ്ങിപ്പോയി എന്ന കഥ പറയുന്നു. വളരെ വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് വൃന്ദാവനത്തിൽ ഉദ്ധവൻ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്. ഭഗവാനെ പോലെ തന്നെ അതിസുന്ദരനായിട്ടുള്ള ആ ഉദ്ധവനെ കണ്ടപ്പോ ഭഗവാന്റെ പോലെ മുട്ടുവരെ നീണ്ടു കിടക്കുന്ന കൈകള്, താമരപ്പൂ പോലെ പ്രകാശിക്കുന്ന കണ്ണുകള്, പീതാംബരാണ് എടുത്തിരിക്കുന്നത്, താമരമാല ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ രൂപം തന്നെ അവർക്ക് അങ്ങോട്ട് അത്ഭുതമായി കണ്ടപ്പോ അങ്ങനെ ഭഗവാൻ ഉദ്ധവന്റെ ചുറ്റും അവര് ഓടണം. അതാണ് പിന്നെതാ അവര് തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മസതാം പുരതോ മമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ സ്തുതിയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വതീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ സപ്തചത്വാരിംശോऽധ്യായ. ശ്രീശുക ഉവാച. തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രിയ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസൽമുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ആ ഗോപസ്ത്രീകള് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉദ്ധവൻ അടുത്തുകൂടെ പോയതെന്ന് പറഞ്ഞല്ലോ. അവര് കണ്ടു, പെട്ടെന്ന് ഒറ്റ നോട്ടത്തില് കൃഷ്ണനാണോ എന്ന് അങ്ങോട്ട് തോന്നും. അങ്ങനെയാണ് ഉദ്ധവന്റെ രൂപേ. അപ്പൊ സൂക്ഷിച്ചു നോക്കാൻ തക്ക യോഗ്യത ഉള്ളവനാണ്. അവര് വർത്തമാനമൊക്കെ നിർത്തി നോക്കി. മുട്ടുവരെ നീണ്ടു കിടക്കണ കൈകള്, ഇപ്പോൾ അങ്ങോട്ട് വിടർന്ന താമരപ്പൂ പോലെ പ്രകാശിക്കണ കണ്ണുകള്, പീതാംബരം ഉടുത്തിട്ടുണ്ട്, ഒരു ഉത്തരീയം ധരിച്ചിട്ടുണ്ട്, താമരമാല ധരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ സ്വരൂപം ധ്യാനിച്ച് ആ മുഖത്ത് ബ്രഹ്മ തേജസ്, തേജസ്സാണ് മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ. രത്നങ്ങൾ പതിച്ചിട്ടുള്ള കർണാഭരണങ്ങള്, അതും കൂടി ആയപ്പോ ആ മുഖത്തിനൊരു പ്രത്യേക ഒരു കാന്തി. അപ്പൊ ഭഗവാന്റെ ഒപ്പം നടക്കണ ആളാണ് എന്ന് ശരിക്കും മനസ്സിലായി അവർക്ക്. എല്ലാ ലക്ഷണവും തികഞ്ഞങ്ങോട്ട് കണ്ടു. അവരെല്ലാവരും ഒന്ന് ഓടി വന്ന് ഉദ്ധവന്റെ ചുറ്റും കൂടുകയാണ്. ശുചിസ്മിതക്കോയമപീച്ച ദർശന കുതശ്ച കസ്യാച്യുതവേഷഭൂഷണ ഇതി സ്മ സർവാ പരിവവ്രോത്സുകാഃ തമുത്തമശ്ലോക പദാംബുജാശ്രയം. അങ്ങനെ ഉദ്ധവൻ അവരെ ശ്രദ്ധിക്കണേ ഇല്ല എന്നുള്ള മട്ടിലാണ്. ഗോപസ്ത്രീകളെ ഉദ്ധവൻ കണ്ടു, പക്ഷെ കണ്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ പോവുക. ഓട്ടിച്ചെന്നു അവര് എല്ലാവരും കൂടി ആരും ഇല്ലാത്ത സ്ഥലത്ത്, ഒരു ഏകാന്ത സ്ഥലത്ത് ചെന്ന് അവിടെ ഇരുന്നു ഉദ്ധവൻ. അപ്പൊ അവരും അവിടേക്ക് തന്നെ ചെന്നു. എന്താ ഇപ്പൊ കണ്ടവരുടെ പിന്നാലൊക്കെ ഗോപസ്ത്രീകൾ പോവും. അവർക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിനെ കൊണ്ട് കണ്ടപ്പോ ഭഗവാനെ കുറിച്ച് ഉണ്ടായിരുന്ന വിചാരം കൂടെ അവർക്ക് കൂടുതൽ വർദ്ധിച്ചു. ശരിക്കും കൃഷ്ണന്റെ പോലെ തന്നെ ഭഗവാൻ തന്നെ അങ്ങോട്ട് വന്നതായിട്ട് അവർക്ക് തോന്നി. അദ്ദേഹത്തിന്റെ ആ വേഷവും ഭൂഷവും ഒക്കെ ഭഗവാന്റെ പോലെ തന്നെയാണ്. പിന്നെ അദ്ദേഹമാണെങ്കിലോ സുന്ദരികളായ തങ്ങളെ കണ്ടു
ഗോപസ്ത്രീകളെ കണ്ടിട്ടും ഒരു ഭാവവും ഒരു വികാരവും അദ്ദേഹത്തിന്റെ മുഖത്തില്ല. അങ്ങനെ വികാരലേശമില്ലാതെ ശുദ്ധഭാവത്തെ സ്ഫുരിപ്പിക്കുന്ന ഒരു പുഞ്ചിരി മാത്രം. കണ്ടാലോ അതിസുന്ദരൻ. ഇങ്ങനെ ആ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള രതി അവരുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുന്ന സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞു കണ്ടപ്പോ മോഹിതകളായ ഗോപസ്ത്രീകളുടെ ഹൃദയത്തില് ഭഗവാന് തന്നെയാണ് അവരുടെ വിചാരം വർദ്ധിച്ചു. അപ്പോൾ അവര് ആരാ ഈ മഹാൻ, എവിടുന്നാ വന്നിട്ടുണ്ടാവാവോ, ആരുടെ ബന്ധുവാണാവോ, എന്തിനാണാവോ ഇവിടെ വന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരായിട്ടുള്ള വല്ലാത്ത താല്പര്യമായി അവർക്ക്. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭക്തകള്, ഭഗവത്പാദാരവിന്ദങ്ങളെ സർവ ആശ്രയമായി കരുതിയിരിക്കുന്ന ഏകാന്ത ഭക്തനായ ഉദ്ധവന്റെ 4 ഭാഗത്തും ചെന്ന് അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് നിന്നു. ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീകൃഷ്ണ ഭക്തകളെ ആകർഷിച്ചു. തം പ്രശ്രയേണാവനദാസു സൽകൃതം സവ്രീഡഹാസേക്ഷണ സൂനൃതാദിഭി രഹസ്യ പൃച്ഛന്നുപവിഷ്ടമാസനേ വിജ്ഞായ സന്ദേശഹരം രമാപതേ. ശ്രീദേവിയുടെ കാന്തനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശത്തെ ഗോകുലത്തിൽ അറിയിച്ച് ഗോകുലവാസികളെ സമാശ്വസിപ്പിച്ചു പോവാനായിട്ട് ഭഗവാൻ അയച്ചിരിക്കുന്ന ദൂതനാണ് എന്നിങ്ങനെ ഒരാള് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അവരിങ്ങനെ കർണാകർണികയാ ഇവര് അറിഞ്ഞു. അതായിരിക്കും ഇദ്ദേഹം നമ്മളെ ദൂതനായിട്ട് വന്നതായിരിക്കും, ഭഗവാൻ പറഞ്ഞയച്ചതായിരിക്കും. അതങ്ങോട്ട് ആലോചിച്ചപ്പോ ഓടി അവര് അടുത്ത് ചെന്ന് അതിവിനയത്തോടെ എല്ലാവരും കൂടി ഒരേ സമയത്ത് വീണങ്ങോട്ട് നമസ്കരിച്ചു. വല്ലാത്തൊരു ലജ്ജയുണ്ട്, ഒരു അന്യപുരുഷനല്ലേ. അങ്ങനെ ലജ്ജയും പുഞ്ചിരിയും ഇടകലർന്ന ഭാവത്തോടെ അദ്ദേഹത്തെ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ കടാക്ഷിച്ചു എന്നാ പറഞ്ഞു. അതിമധുരമായിട്ട് കുശലപ്രശ്നം മുതലായ ചിലതെല്ലാം സംഭാഷണം ചെയ്ത് എവിടുന്നാ വരണേ, ആരാണ്, എന്തിനാണ് വന്നിരിക്കുന്നത്, ഇവിടെ ആരാ ഉള്ളത്, ആരെ കാണാനാ, ഇങ്ങനെയൊക്കെ അവര് വളരെ വിനയത്തോടു കൂടിയിട്ട് ഉദ്ധവനോട് ചോദിച്ചു. അപ്പോഴേക്കും ചിലര് ഓടിച്ചെന്ന് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, കുറെ പുഷ്പങ്ങൾ പറിച്ച് ഭഗവാന്റെ കാൽക്കല് വെക്കണവര് തന്നെ ഉദ്ധവന്റെ കാൽക്കല് സമർപ്പിച്ചു. ചിലര് ഒരു പീഠം കൊണ്ടുവന്നു വെച്ച് അതുമാതിരി ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിക്കാണ്, ജാനീമസ്ത്വാം യദുപതേ പാർഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോ ഭവാൻ പ്രിയ ചികീർഷയാ. യദുക്കളെ വേണ്ടും വിധം പരിപാലിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ സേവകനാണെന്ന് അങ്ങയെ ഞങ്ങൾ അറിയണം. മാതാവും പിതാവുമായ യശോദയെയും നന്ദഗോപരെയും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ സ്വാമിയായ യദുപതി അങ്ങയെ അരച്ചിരിക്കാവല്ലേ നിങ്ങള്, അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഗോകുലവാസികളെയൊക്കെ ശ്രീകൃഷ്ണൻ മറന്നു. അപ്പൊ യദുപതി എന്നുള്ള ഭാവം മാത്രമായോ? ഇപ്പൊ എന്താ വൃന്ദാവനല്ലേ, എന്തിനാ ഇപ്പൊ വൃന്ദാവനത്തിലേക്ക് വരണതല്ലേ? അച്ഛനമ്മമാരല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കാനുണ്ടോ? ഇവിടെ ഭഗവാനെ അച്ഛനമ്മമാരെ അല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കണുണ്ട് എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് ഇല്ലാതെയായോ? മാതാപിതാക്കന്മാരെങ്കിലും സ്നേഹിച്ചിട്ട് അയച്ചുല്ലോ അവര് വിചാരിക്കണത്. അതോ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അങ്ങേ അയച്ചതാണോ? ഇങ്ങനെയൊക്കെ ഓരോന്ന് അവര് ചോദിക്കാൻ തുടങ്ങി ഉദ്ധവനോട്. അന്യഥാ ഗോവ്രജേ തസ്യ സ്മരണീയം ന ചക്ഷ്മഹേ സ്നേഹാനുബന്ധോ ബന്ധൂനാം നേരപി സുദുസ്ത്യജ. ഇപ്പൊ അച്ഛനമ്മമാരല്ലാതെ ഈ ഗോകുലത്തിൽ അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് വിഷയമായിട്ട് മറ്റാരാ ഉള്ളത്? അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നണത്. പിന്നെ എന്തിനാ അച്ഛനമ്മമാരെയും ഇപ്പൊ എന്തിനാ നിർബന്ധമായിട്ട് സ്മരിക്കണത്? മാതാവ് പിതാവ് ഇങ്ങനെയുള്ള സ്നേഹബന്ധം ഒക്കെ സഹജമാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരെ എന്തായാലും സ്മരിക്കാതിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണോ ആരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അയച്ചിരിക്കുക അല്ലേ? അവരെ ആശ്വസിപ്പിച്ചു വരൂ ഉദ്ധവ എന്ന് പറഞ്ഞിട്ട് അങ്ങേ പറഞ്ഞയച്ചതാവല്ലേ ആ ശ്രീകൃഷ്ണ ഭഗവാൻ. അവരല്ലാതെ ഇപ്പൊ ഈ ഗോകുലത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരാ ഉള്ളത്? അങ്ങനെയാ ഞങ്ങൾക്ക് തോന്നണത്. അവരെ പിന്നെ വിചാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എത്രയായാലും സദാ ബ്രഹ്മധ്യാന നിരതനായ മുനിക്കും കൂടി അച്ഛനമ്മമാര് എന്നുള്ള ആ പാശത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് അവര് പറയാണ്. ഇപ്പൊ എന്താ, കംസനെ സംഹരിച്ചു കഴിഞ്ഞപ്പോ യദുപതി എന്ന ഭാവം കുറച്ചു. ഇപ്പൊ യദുപതിയായിട്ട് അവിടെ വിലസല്ലേ. ഈ സ്ഥലമോ മാട് മേയ്ക്കുന്നവരുടെ വാസസ്ഥാനം ഇതല്ലേ? ഇതൊക്കെ മാട് മേയ്ക്കുന്നവരുടെ സ്ഥാനം. ഇവിടേക്കൊക്കെ ഇപ്പൊ എന്തിനാ വരണത്? മഹാരാജാവിന്റെ സ്മരണയ്ക്ക് അർഹമായിട്ടുള്ള യാതൊന്നും ഇവിടെ ഇല്ലാണ്ടായി ഇപ്പൊ അല്ലെ? അതാണ് ഇപ്പൊ കൃഷ്ണന്റെ ഭാവം. അതാണ് അവര് പറഞ്ഞതിന്റെ
അർത്ഥം തുറന്നങ്ങോട്ട് പറയാണ് ഉദ്ധവനോട്. ഒരു അടുപ്പം തോന്നിയിട്ട് അവര് ശുദ്ധ ഹൃദയങ്ങളായ ആ ഗോപസ്ത്രീകൾ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.